നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലക്കൽ ഭദ്രാസനാധിപൻ അഭിവന്യ ജോഷമാർ നിക്കോദിമോസ് തിരുമേനി, ബഹുമാനനായ TC ജോണച്ചൻ അടക്കമുള്ള ശ്രേഷ്ഠ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ അനുസ്മരണ സന്ദേശം, തിരുമേനിയെ പറ്റിയുള്ള അനുസ്മരണ സന്ദേശം കമ്പി വാചകങ്ങളിൽ നൽകുവാനാണ് ഞാൻ നിയോഗിതനായിരിക്കുന്നത്. അപ്പോൾ തിരുമേനിയുടെ സാന്നിധ്യവും ചരിത്രത്തെ പറ്റി അവബോധമില്ലായ്മയും അപ്രതീക്ഷിതമായ നിയോഗവും ആയതുകൊണ്ടും ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയെ പറ്റി എന്നേക്കാൾ കൂടുതൽ ഏറെ പരിജ്ഞാനമുള്ള ശ്രേഷ്ഠരായ വൈദികരും ജനങ്ങളും ഇവിടെയുള്ളതും എന്നെ ഭയപ്പെടുത്തുന്നു. എങ്കിലും ദൈവം തന്ന അതുല്യമായ ഭാഗ്യമായി, അവസരമായി ഞാനിതിനെ കണക്കാക്കുന്നു. അരമണിക്കൂർ മുമ്പാണ് അച്ഛൻ എന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുവാനായിട്ട് എന്നെ വിളിച്ചത്. മലങ്കര സഭ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നതിന്റെ 1960 വാർഷികവും മലങ്കര സഭയുടെ അപ്പോസ്തോലികതയുടെയും പൈതൃകത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അഖണ്ഡതയുടെയും പ്രതീകമായ കാതോലിക്കറ്റിന്റെ ശതാബ്ദി ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ തന്നെ ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയെ സ്മരിക്കുവാനും നമിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുല്യമായ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ക്രിസ്തുവിനെ 732 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുവാനായി പോകുന്ന ജനതയോട് പടുവൃദ്ധനായ ഒരു പ്രവാചകൻ വചനത്തിലൂടെ തീതുപ്പിക്കൊണ്ട് ഘനഗംഭീര സ്വരത്തിൽ ആരെയും കുസാതെ വിളിച്ചു പറയുന്നു, യെരൂശലേം ദേവാലയത്തിൽ യഹോവയെ നമസ്കരിക്കാനായിട്ട് പോകുന്ന നിങ്ങൾ നിങ്ങളുടെ മാർഗവും പ്രവൃത്തിയും തിരുത്തണം. പെരുന്നാളുകൾ തിരുത്തലാകണമെന്നാണ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും പെരുന്നാളുകൾ തിരുത്തലാകേണ്ടതിന് പകരം മേളക്കൊഴുപ്പുകളുടെ പിന്നാലെയും ഭൗതികമായ ക്രമീകരണങ്ങളുടെ അതിപ്രസരണങ്ങളുടെ പിന്നാലെയും പോകുന്നു എന്നുള്ളത് ഇക്കാലത്തെ ദുരന്തമാണ്. കഴിഞ്ഞ ദിവസം മാർത്തമറിയ സമാജത്തിന് ക്ലാസ് എടുത്ത കൊച്ചുറാണി ടീച്ചർ പെരുന്നാളിന് 3 തലം ഓർമ്മപ്പെടുത്തിയിരുന്നു. ചുരുക്കം ചില ആളുകളെ മാത്രം കേട്ടിരുന്നത് കൊണ്ട് ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പെരുന്നാളുകൾക്ക് നിർബന്ധമായും 3 തലങ്ങൾ ഉണ്ടാകണം. 1, അതിനൊരു ആഘോഷ തലം ഉണ്ടാകണം. 2, അതിനൊരു യുക്തിയുടെ ചരിത്രത്തിന്റെ തലം ഉണ്ടാകണം. 3, അതിനൊരു ആത്മീയ തലം ഉണ്ടാകണം. എത്രമാത്രം ആഘോഷത്തിന്റെ തലവും ചരിത്രത്തിന്റെ തലവും യുക്തിയുടെ തലവും ഉണ്ടായാലും ആത്മീയതയുടെ തലം ഉണ്ടാകുന്നില്ലെങ്കിൽ പെരുന്നാളുകൾ നിരർത്ഥകമാണ്. ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയെ സ്മരിക്കുന്ന ഈ വേളകളിൽ ഈ പെരുന്നാൾ നമ്മുടെ ജീവിതത്തെ തിരുത്തുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ലാതായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആമോസ് പ്രവാചകൻ ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ പെരുന്നാൾ ഞങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ. പെരുന്നാളുകൾ അങ്ങനെയാകണം, തിരുത്തുന്നതാകണം, ജനതയെ സ്വാധീനിക്കുന്നതാകണം. എങ്ങനെയാണ് ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ ഈ പെരുന്നാൾ തിരുത്തുന്നതാകുന്നത്? ആ സ്മരിയ പുരുഷനെ ഓർക്കുകയും ആ ജീവിതം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ ഈ തിരുനാൾ നമ്മെ തിരുത്തുന്നതായി തീരും, നമ്മൾ തിരുത്തുന്ന അനുഭവമായി തീരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ധനികയായ ശൂനേമിലെ സ്ത്രീ എലീശ പ്രവാചകനെ നോക്കി പറയുന്നു, ഇയാൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണ് എന്ന്. പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് സഭയിലുള്ളവർ പലപ്പോഴും പറയാറുണ്ട്, ഒരാളെ വിശുദ്ധൻ എന്ന് പറയുവാൻ ഒക്കുകയില്ല, വേദപുസ്തക പ്രകാരം അങ്ങനെ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലാണ് കാണുന്നത്, എലീശയെ പറ്റി പറയുന്നു, ഇയാൾ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട് എലീശയെ പറ്റി ശൂനേമിലെ ധനികയായ സ്ത്രീ വിശുദ്ധൻ എന്ന് പറയുന്നു? വേദ പഠിതാക്കൾ ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്, എലീശയുടെ ദൈവ നിയോഗം.
ഈ വേദപുസ്തക ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ദൈവം വിളിച്ച വിളിയെപ്പറ്റി എലീശയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. എലീശയുടെ ചരിത്രം ആരംഭിക്കുന്നത് 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലാണ്. തന്റെ ഗുരുവായ ഏലിയാവ് ഒരു തീർത്ഥാടനം നടത്തുന്നു. അത് സ്വർഗത്തിലേക്കുള്ളതാണ്. ആ യാത്ര നടത്തുന്ന വേളയിൽ അരുമശിഷ്യനായ എലീശ കൂടെ ചേരുന്നു. തന്റെ ശിഷ്യൻ തന്നോടൊപ്പമുള്ള യാത്ര ഏറെ പ്രയാസകരമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകൻ ഏലിയാവ് എലീശയോട് പറയുന്നു, നീ ഇവിടെ താമസിച്ചു കൊള്ളുക. അക്കാലത്ത് ഇസ്രയേലിൽ പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും സമ്പൽ സമൃദ്ധി കൊണ്ടും പ്രസിദ്ധമായ ബഥേൽ, ഗിൽഗാൽ, എരിഹോ എന്നിങ്ങനെ 3 പട്ടണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, നീ ഇവിടെ പാർത്തുകൊള്ളുക എന്ന്. എന്നാൽ എലീശ പറയുന്നത് ഇങ്ങനെ, യജമാനനെ, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ച ദൈവനിയോഗത്തെ പറ്റി ഉത്തമ ബോധ്യമുള്ള എലീശ തന്റെ ഗുരുവിന്റെ പാതകളെ പിന്തുടരുന്നതാണ് വേദഭാഗത്ത് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, പെരുന്നാളുകളിൽ പങ്കുചേരുമ്പോൾ ദൈവനിയോഗത്തെ പറ്റി ബോധ്യമുള്ളവരാകണം. ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനി ഇവിടെയാണ് വ്യത്യസ്തനാകുന്നത്. തന്നെ ഏൽപ്പിച്ച ആ ദൈവിക ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി തന്റെ സ്ഥാനവും അധികാരവും ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായ ശ്രേഷ്ഠനായ പിതാവ്. ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാവേലിക്കര പടിയോലയാണ്. തലച്ചോറ് കൊണ്ടെഴുതുന്ന ചരിത്ര പണ്ഡിതന്മാർ പലപ്പോഴും ഒരു വിമർശനത്തോടെ ഈ മാവേലിക്കര പടിയോലയെ കാണുന്നു. ആംഗ്ലിക്കൻ നുകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അന്ത്യോക്യൻ നുകത്തിന്റെ പിന്നാലെ പോയതാണ് ഈ മാവേലിക്കര പടിയോല എന്ന് പറയുന്നു. എന്നാൽ അത് ചരിത്രം വിശകലനം ചെയ്യാത്തത് കൊണ്ട്, ശരിയായ വിശകലനം ചെയ്യാത്തത് കൊണ്ട് വരുന്ന അബദ്ധമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മാവേലിക്കര പടിയോല കൂടി ആ പൈതൃക വിശ്വാസത്തിൽ നിലനിന്നിരുന്നില്ല എങ്കിൽ മലങ്കര സഭ ഇന്ന് ലോകത്തുണ്ടാകുകയില്ലായിരുന്നു. നാം ഒന്ന് ഓർക്കണം, മലങ്കര സഭ കേരളത്തിൽ മാർത്തോമ പൈതൃക പാരമ്പര്യത്തിലുള്ള ഏക സഭയാണ്. ഇത്രയും തദ്ദേശീയമായ ക്രമങ്ങളുള്ള പൈതൃകമായ പാരമ്പര്യമുള്ള സഭ വേറെയില്ല. കാലാകാലങ്ങളിൽ ഇവിടെ വന്ന വിദേശീയരാണ് ഈ തദ്ദേശീയമായ ആരാധന ക്രമത്തെ, പാരമ്പര്യത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് ഈ സഭയെ റോമൻ നുകത്തിലാക്കുവാൻ ശ്രമിച്ചു. നിങ്ങൾ ഓർക്കണം, 1599-ൽ ഉദയംപേരൂർ സുനകദോസിലൂടെ ഈ മലങ്കര സഭയെ റോമൻ നുകത്തിൽ ആർച്ച് ബിഷപ്പ് മനസിസ് കൊണ്ടുവന്ന് കെട്ടുന്ന ദയനീയമായ ചിത്രമാണ് സഭാചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പോർച്ചുഗീസുകാർക്ക് കേവലം രാഷ്ട്രീയ സ്വാധീനം മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആർച്ച് ബിഷപ്പ് മനസിസ് മലങ്കര സഭയെ പൂർണ്ണമായി റോമൻ നുകത്തിൽ കൊണ്ടുപോയി. പിന്നീട് അത് തിരുത്തുന്നുവെങ്കിലും സഭാചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണ്. എന്നാൽ ഓർക്കണം, 19-ാം നൂറ്റാണ്ടിൽ ഭാരതം മുഴുവൻ അധികാരം കൊണ്ട് കൈവശപ്പെടുത്തിയിരുന്ന ബ്രിട്ടീഷ് അധികാരത്തിന്റെ കീഴിലിരുന്ന പ്രവർത്തിച്ച കേണൽ മൺട്രോ, ബിഷപ്പ് വിൽസൺ, ഇവരുടെ അധികാര ശ്രേണിയെ തച്ചുടയ്ക്കുവാൻ ഒരു ഭക്തനായ പിതാവ് ശ്രമിച്ചതാണ് മാവേലിക്കര പടിയോല. കേവലം ഒരു സ്വാധീനമുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ മുൻപിൽ കീഴ്പ്പെട്ട ചരിത്രമാണ് 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് എങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ഏറെ അധികാരമുള്ള ഇംഗ്ലീഷ് അധികാരത്തെ തച്ചുടച്ച് ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്വാധീനത്തെ അവഗണിച്ച ശ്രേഷ്ഠ പിതാവാണ് ചേപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനി. ഇവിടെയാണ് ചേപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനി നമ്മുടെ സ്മര്യ പുരുഷൻ ശ്രദ്ധേയനാകുന്നത്. എലീശയെ പറ്റി വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ആരാം രാജാവിന്റെ സേനാനായകനായ നയമാന് കുഷ്ഠം വന്നു. സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം ഏറെ താലന്ത് സ്വർണവുമായി പ്രവാചകന്റെ അടുക്കൽ ചെല്ലുന്നു. പ്രവാചകൻ അവൻ ഇച്ഛിച്ചതുപോലെയല്ല, ദൈവം ഇച്ഛിച്ചതുപോലെ അവന് സൗഖ്യം കൊടുക്കുന്നു. സന്തോഷം തോന്നിയ നയമാൻ
തന്റെ സമ്മാനങ്ങളെല്ലാം പ്രവാചകന് നൽകുമ്പോൾ പ്രവാചകൻ അതിനെ അവഗണിക്കുകയാണ്. ഒടുവിൽ ഈ നയവാൻ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രദ്ധേയമാണ്. നിന്റെ കാലിന്റെ ചൂട്ടിലെ മണ്ണ് എനിക്ക് തരണം. പൊന്നുമായിട്ട് വന്നവൻ പ്രവാചകന്റെ പദസ്പർശമുള്ള മണ്ണുമായിട്ട് കടന്നു പോകുന്നു. ചെപ്പാടുമാർ ദിവന്യാസിയോസ് തിരുമേനിയെ പറ്റി നാം ഓർക്കുമ്പോൾ ഇവിടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും ചെപ്പാടുമാർ ദിവന്യാസിയോസിനെ തങ്ങളുടെ സ്വാധീനത്തിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ മലങ്കര സഭയിൽ നിന്ന് തന്നെ എബ്രഹാം മൽപ്പാനും അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ മാത്യൂസ് ചെമ്മാശൻ, പിന്നീട് മാത്യൂസ് മാർ അത്താനാസിയോസ്, നവീകരണത്തിലേക്ക് പോയ മാത്യൂസ് മാർ അത്താനാസിയോസ്, ഇവരും കൂടെ ഏറെ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം തച്ചുടച്ച ശ്രേഷ്ഠ പിതാവ് ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനി. ബഹുമാനായ അച്ഛൻ പറയുകയായിരുന്നു, ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊറ്റ കാര്യമേ പറയുവാനൊക്കെയുള്ളൂ, അദ്ദേഹം മഹാപരിത്യാഗിയായിരുന്നു. ദൈവ നിയോഗമുള്ളവർക്ക് അങ്ങനെ പരിത്യാഗിയായി മാറാൻ കഴിയുകയുള്ളൂ. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ അന്ത്യകാലം ശാരീരികമായി ക്ഷീണമേറെ അനുഭവിച്ച സമയത്ത് തന്നെ ഏറെ ആക്രമിച്ച, തന്നെ ഏറെ വേദനിപ്പിച്ച മാത്യൂസ് അത്താനാസിയോസ് ഇവിടെ വരികയാണ്. ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനി തന്നോട് കാണിച്ച വിദ്വേഷമെല്ലാം മറന്ന് സഹോദര തുല്യനായി സ്വീകരിക്കുകയാണ്. ഇവിടെ ഇരുന്ന പല്ലക്കും കാപ്പ കൂട്ടവുമെല്ലാം മാത്യൂസ് അത്താനാസിയോസിന് കൊടുത്തു. ചില ചരിത്ര പണ്ഡിതന്മാരെങ്കിലും പറയുന്നു ഇതാണ് മാത്യൂസ് അത്താനാസിയോസിനെ ഏറെ സ്വാധീനിച്ച് ഈ തിരുമേനിയോടുള്ള സമീപനം മാറ്റുവാൻ കാരണമായത് എന്ന്. പിന്നീട് ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയെ ഏറെ സംരക്ഷിക്കുന്നതും കരുതുന്നതും മാത്യൂസ് അത്താനാസിയോസ് ആണ്. ശത്രുവിൽ പോലും സ്വാധീനമുണ്ടാക്കുവാനും ചലനങ്ങൾ സൃഷ്ടിക്കുവാനും കഴിഞ്ഞ മഹാപരിത്യാഗിയാണ് ചെപ്പാട് മാർ ദിവന്യാസിയോസ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. മലയാള സാഹിത്യ ലോകത്തെ ശ്രദ്ധേയനായ ഒരു കവി മദർ തെരേസയെ പറ്റി ഇങ്ങനെ കുറിച്ചിട്ടിരിക്കുന്നു: മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ മരണമല്ലോ മഹിത ജീവിതം. നിത്യനെ പറ്റി ലവലേശം ചിന്തയില്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു കവി കുറിച്ചിടുന്ന വരികളാണിത്. ചെപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാപരിത്യാഗം കൊണ്ടാണ് മലങ്കര സഭ ഇന്ന് നിലനിൽക്കുന്നത്. അന്ത്യോക്യൻ നുകത്തിലായല്ലോ എന്നുള്ള ആശങ്കകളുള്ള പലരും കാണുമായിരിക്കും. പക്ഷെ ഓർക്കണം, ചെപ്പാട് മാർ ദിവന്യാസിയോസ് അങ്ങനെ ഒരു സമീപനം അന്ന് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ മലങ്കര സഭ ലോകത്തിൽ, ഭാരതത്തിൽ, കേരളത്തിൽ കാണുകയില്ലായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ സ്മര്യ പുരുഷനാണ് നമ്മെ സ്വാധീനിക്കേണ്ടത്. അദ്ദേഹമാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തൽ ശക്തിയായി തീരേണ്ടത്. അടുത്ത കാലത്ത് മലയാളം മാസികയിൽ വന്നൊരു ഒരു കുറിപ്പുണ്ടായിരുന്നു, ഒരു യാത്രാ വിവരണം ഉണ്ടായിരുന്നു. ഒക്കെ ജോണിയുടെ ഭൂട്ടാനിലെ ദിനരാത്രങ്ങൾ എന്നായിരുന്നു അത്. അതിൽ അദ്ദേഹം പറയുന്ന സംഭവം ഇങ്ങനെയാണ്: താൻ ഭൂട്ടാനിൽ ചെന്നെത്തിയ സമയത്ത് മനസ്സിന് വളരെ വിഷമമുണ്ടായി. പരിചയക്കാരുമില്ല, മലയാളികൾ ആരും അവിടെ ഇല്ല. ഒരു നൊസ്റ്റാൾജിയ, ഗ്രഹാതുരത്വം ഏറെ അദ്ദേഹത്തെ ഭരിച്ചു. ആ സമയത്ത് ഒരു ഭൂട്ടാൻ ചെറുപ്പക്കാരൻ, സോന എന്നാണ് പേര്, അയാൾ ഓടി വന്ന് ഈ ജോണിക്കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വി ലൈക്ക് കേരളൈറ്റ്സ്, വെരി ലവബിൾ പീപ്പിൾ. ഞങ്ങൾ മലയാളികളെ, കേരളക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല ആളുകളാണ്. അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം വാനോളം ഉയർന്നു. മലയാളികളെ പറ്റി ഭൂട്ടാനിലെ ഒരു യുവാവ് തന്നോട് പറഞ്ഞിരിക്കുന്നു, മലയാളികളെ പറ്റി അവർ നല്ല മനുഷ്യരാണെന്നും അവരെ പറ്റി അഭിമാനിക്കുന്നുവെന്നും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വേളയിൽ തന്നെ സോന എന്ന ചെറുപ്പക്കാരൻ ഈ ഒക്കെ ചോണിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും ജന്മത്ത് ശരിയാകത്തില്ല. ആത്മാഭിമാനം പാതാളത്തോളം താഴ്ന്നു പോകുന്നത് പോലെ തോന്നി. ഏറെ ഭയവുമുണ്ടായി. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഉടനെ തന്നെ ഈ ഒക്കെ ചോണി ഈ സോന എന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അയാൾ പറഞ്ഞു, ദിസ് ഇസ് ഓൺലി മലയാളം ഗ്രീറ്റിംഗ്സ് ഐ നോ. മലയാളത്തിൽ എനിക്കറിയാവുന്ന ഏക ഗ്രീറ്റിംഗ്സ് ആയത്. എന്തെങ്കിലും പറയാൻ കാരണം? അപ്പോൾ സോന എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, 10-20 വർഷം മുമ്പ്
കേരളത്തിൽ നിന്ന് ഒരു അധ്യാപകൻ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് വന്നു. ഏറെയധികം പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എത്രയായിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആവർത്തിച്ച് എക്സസൈസ് ഒക്കെ ഇട്ട് തന്നു, ഒന്നും ഞങ്ങൾ ശരിയാക്കുന്നില്ല. ആ സമയത്ത് ഇയാൾ അടുത്ത് വന്ന് ഞങ്ങളെ നെഞ്ചോട് ചേർത്തങ്ങ് പിടിക്കും. എന്നിട്ട് പറയും, ഇടത്തെണ്ടിയുടെ മോനെ, നീ ഒന്നും ജന്മത്ത് ശരിയാകത്തില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചു ഒരു വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനോ അഭിനന്ദിക്കാനോ ആശ്വസിപ്പിക്കാനോ ഉപയോഗിക്കുന്ന മലയാളം ഗ്രീറ്റിങ്സ് ആണ് എന്ന്. അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യവും ഈ മലയാളം വാക്ക് കാണാതെ പഠിച്ച് അർത്ഥം അറിയാതെ ഉപയോഗിച്ചു. ഒരാൾക്ക് വിഷം വരുമ്പോൾ ഞങ്ങളും ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറയും, നീ ഒന്നും ജന്മത്ത് ശരിയാകത്തില്ല എന്ന്. 4 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് ഒരു മലയാളി ടീച്ചർ വന്നു. ആ ടീച്ചർ വന്നപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ പറയുന്നത് മലയാളത്തിലെ ഒരു ചീത്ത വാക്കാണ് എന്ന്. ഒക്കെ ജോണി അവസാനം കുറിച്ചിടുന്നത് ഇങ്ങനെ: സ്വാധീനിക്കുവാൻ ശക്തിയുള്ള ആളുകൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. ചേപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയെ നാം ഓർക്കുന്ന വേളകളിൽ അദ്ദേഹം നമ്മെ എത്രമാത്രം സ്വാധീനിച്ചു. തൻ്റെ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഇത്രമാത്രം ദൈവ നിയോഗമുള്ളൊരു പിതാവ്, തന്നെ ഏൽപ്പിച്ച ദൗത്യമനുസരിച്ച് എത്രത്തോളം സഹനം ഏറ്റെടുക്കാമോ അതിന് വരെ തയ്യാറാകുന്ന ഒരു പിതാവ്. ഏലീശയെ പറ്റി ശൂനേമിലെ ധനികയായ സ്ത്രീ പറയുന്നു, ഇയാൾ വിശുദ്ധനായൊരു മനുഷ്യനെന്നാണ്. മലങ്കര സഭ ചേപ്പാട് മാർ ദിവന്യാസിയോസിനെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ജനഹൃദയങ്ങളിൽ ചേപ്പാട് മാർ ദിവന്യാസിയോസ് പരിശുദ്ധനാണ്. ആ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സാക്ഷ്യപ്പെട്ടു. ആ സ്മരിയ പുരുഷൻ നമ്മെ സ്വാധീനിക്കട്ടെ. ആ വന്യപിതാവ് നമുക്ക് തിരുത്തൽ ശക്തിയായി തീരട്ടെ. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കും.